2023 ജൂണിലായിരുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റൻ പേടകത്തിന്റെ ദുരന്തമുണ്ടായത്. എന്നാൽ നശിച്ചുപോയ ടൈറ്റൻ പേടകത്തിൽ നിന്ന് പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു വർഷത്തിനു ശേഷം വീണ്ടും ഇന്റർനെറ്റിൽ സജീവമാവുകയാണ്. പേടകത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിയുടെ ഭാഗമായി ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടതാണ് ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. വളരെ നിഗൂഢമായി തോന്നുന്നതും എന്നാൽ ശക്തമായി മുട്ടുന്ന പോലുള്ള മുഴക്കങ്ങളാണ് ഈ ക്ലിപ്പിൽ കേട്ടിരുന്നത്. ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ടൈറ്റൻ സബ് ഡിസാസ്റ്റർ മിനിറ്റ് ബൈ മിനിറ്റ് എന്ന തലക്കെട്ടിലുള്ള ഡോക്യുമെന്ററി ചാനൽ 5-ന്റേതാണ്. ഇതാദ്യമായാണ് അപകടത്തിനു ശേഷം പേടകത്തിൽ നിന്ന് പുറത്തുവന്ന ശബ്ദം പുറം ലോകം കേൾക്കുന്നത്. ഇതാണ് ഡോക്യുമെന്ററിയിൽ കേൾപ്പിച്ചിരിക്കുന്ന ഓഡിയോ. അന്ന് ടൈറ്റാനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടെങ്കിലും പേടകത്തിലുണ്ടായിരുന്നവരുടെ അതിജീവന വാർത്ത ലോകം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ടൈറ്റൻ പേടകം പൊട്ടിത്തെറിച്ച് 5 യാത്രക്കാരും മരിച്ചുവെന്ന് US കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിക്കുകയായിരുന്നു. ടൈറ്റാനിക്കിൽ നിന്ന് 1600 അടി അകലെയായിരുന്നു ടൈറ്റന്റെ അവശിഷ്ടങ്ങൾ. 6.7 മീറ്റർ നീളവും മണിക്കൂറിൽ 3.5 കിലോമീറ്റർ വേഗതയുമുള്ള ടൈറ്റൻ സ്വതന്ത്രമായാണ് സമുദ്രത്തിൽ സഞ്ചരിച്ചിരുന്നത്. അതേസമയം മുങ്ങിക്കപ്പലിന് ഉപരിതലത്തിൽ അതിന്റെ മാതൃകപ്പലുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനു ശേഷം 30 മിനിറ്റ് ഇടവിട്ട് വലിയ ശബ്ദങ്ങൾ ഉണ്ടായതായി അന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ മുഴക്കങ്ങൾ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാകാമെന്നും അവർ ചിലപ്പോൾ സന്ദേശമയക്കാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാകാമെന്നും പലരും കരുതി. എന്നാൽ അമിത സമ്മർദ്ദം മൂലം ടൈറ്റൻ പൊട്ടിത്തെറിച്ച് തൽക്ഷണം അതിനുള്ളിലുണ്ടായിരുന്നവർ മരിച്ചതിനാൽ ശബ്ദം യാത്രക്കാരുടെയോ ജീവനക്കാരുടെയോ ആയിരിക്കില്ലെന്ന് വിദഗ്ധർ പിന്നീട് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആ ശബ്ദം എവിടെ നിന്ന് വന്നുവെന്നത് ഇപ്പോഴും വ്യക്തമല്ല. ഇതേക്കുറിച്ച് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ഡോക്യുമെന്ററിയിലും പരാമർശമുണ്ട്. ആ ശബ്ദം ആരോ ലോഹത്തിൽ ശക്തമായി തട്ടിയതുപോലെയാണെന്ന് മുൻ നാവികസേനയുടെ അന്തർവാഹിനി ക്യാപ്റ്റൻ റയാൻ റാംസെ ഡോക്യുമെന്ററിയിൽ പറഞ്ഞിരുന്നു. അത് താളാത്മകമായിരുന്നു. ആരോ ആ ശബ്ദം ഉണ്ടാക്കുന്നതുപോലെയാണ്. മുഴക്കം ആവർത്തിച്ചതും ശരിക്കും അസാധാരണവുമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതുമാത്രമല്ല, ടൈറ്റൻ പേടകത്തിലെ സഞ്ചാരികളുടെ അവസാന ദിവസത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഡോക്യുമെന്ററി പുറത്തുവിട്ടിട്ടുണ്ടെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് പറയുന്നത്. ആഴക്കടൽ പര്യവേഷണങ്ങൾ സംഘടിപ്പിക്കുന്ന സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡീഷൻസിന്റെ ഉടമസ്ഥതയിലുള്ള മുങ്ങിക്കപ്പലാണ് ടൈറ്റൻ. ബ്രിട്ടീഷ് ശതകോടീശ്വരനായ ഹാമിഷ് ഹാർഡിംഗ്, പാകിസ്ഥാനി ടൈക്കൂൺ ഷഹ്സാദ ദാവൂദ്, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ, സബ്മെർസിബിൾ കമ്പനിയുടെ CEO സ്റ്റോക്ടൺ റൺ, ക്യാപ്റ്റൻ പോൾ ഹെൻറി എന്നിവരാണ് അന്തർവാഹിനിയിൽ ഉണ്ടായിരുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണുന്നതിനായുള്ള 8 ദിവസത്തെ പര്യവേഷണത്തിനാണ് സഞ്ചാരികൾ പോയത്. $2,50,000 ഈ അതിസാഹസിക യാത്രയ്ക്കായി ഓരോ സഞ്ചാരിയും നൽകിയിരുന്നത്.